സമാനമായ വിഷയം തന്നെയാണ് എറണാകുളത്ത് പെരുമ്പാവൂരിലേക്ക് എത്തിയാൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സീറ്റ് ലഭിക്കാത്തതോടെ സ്വതന്ത്രനായി മത്സരത്തിന് ഇറങ്ങാൻ എൽദോസ് കുന്നപ്പള്ളി തയ്യാറെടുക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം. ഊരിക്കളയുന്ന കല്ലാകും മൂലക്കല്ലാവുക എന്ന് കുന്നപ്പള്ളി മുന്നറിയിപ്പ് നൽകി. തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലായി മാറുന്നവരില്ലേ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തള്ളിക്കളഞ്ഞാൽ മൂലക്കല്ലായിട്ട് വരും. തള്ളിക്കളയാൻ സാധ്യതയില്ല, മൂലക്കല്ലായി വരാനും സാധ്യതയുണ്ട്. എനിക്കുള്ള സമാനമായ ആരോപണങ്ങളുള്ള ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ മുൻപും ഇപ്പോഴും ഉണ്ട്. ഞാനിതിൽ യഥാർത്ഥത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. ഇസത്ത് സുൽഫിക്കർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പെരുമ്പാവൂരിൽ നിന്ന്. ഇസത്ത്, എന്തായാലും ഈ ആരോപണം അത് പറഞ്ഞു തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ എൽദോസ് എന്തായാലും മത്സരിക്കും, സ്വതന്ത്രനായി തന്നെ മത്സരിക്കുമെന്ന സൂചന അദ്ദേഹം നൽകുകയാണ്. രുചിഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2021 വന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമെല്ലാം നിലനിന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി പര്യടനമെല്ലാം നടത്തിയിരുന്നു. എങ്കിലും അതൊരു നടത്തിയ ചർച്ചകളൊന്നും വിജയം കണ്ടില്ല എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലായി മാറുമെന്ന്. ഈ ഒരു വാചകത്തിൽ നിന്നും തന്നെ നമുക്ക് ഉറപ്പിക്കാം, പെരുമ്പാവൂർ സീറ്റിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. പ്രധാനമായിട്ടും സഭാ സമവാക്യങ്ങളും അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളും എല്ലാം ഇതിനകത്തേക്ക് പരിഗണിക്കുമ്പോൾ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കാനാണ് ഏറെ സാധ്യത. ഏകദേശം അതായത് 2016 സാജു പോൾ MLA പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പെരുമ്പാവൂർ സീറ്റിൽ മത്സരിക്കുന്നത്. തുടർന്ന് 2021 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കുന്നു. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം 2021 കുറയുകയായിരുന്നു. പിന്നീടും അദ്ദേഹത്തിനോടുള്ള ജനസമ്പ്രതിയും മറ്റു കാര്യങ്ങളെല്ലാം കുറഞ്ഞു എന്നാണ് പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം. എന്നിരുന്നാലും ഈ തവണയും അദ്ദേഹം മത്സരിക്കാനായിരുന്നു സാധ്യത. ഏകദേശം UDF ഭരണത്തിൽ വരുവാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ എത്താവുന്ന ഒരു ജനപ്രതിനിധിയായി മാറിയിരുന്നേനെ എൽദോസ് കുന്നപ്പള്ളി. ശരി ഇസത്ത്, എന്തായാലും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഊരിക്കളയുന്ന കല്ല് അത് മൂലക്കല്ലായി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ സീറ്റ് ഉണ്ടാകുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. വലിയ തരത്തിൽ ഡൽഹിയിലൊക്കെ എത്തി ചർച്ചകളൊക്കെ നടത്തിയെങ്കിൽ കൂടി സീറ്റ് ഉണ്ടാകില്ല എന്ന സൂചന വന്നതോടെയാണ് എന്തായാലും തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്.